പൈപ്പ് ആൻഡ് ടാങ്കിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. മക്കളെ, നമ്മൾ 2 പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇത് മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ പൈപ്പ് ആൻഡ് ടാങ്ക് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ് അല്ല, അതായത് ടോപ്പിക് വൈസ് ക്ലാസ് അല്ല. ഓൾറെഡി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് ധാരണയുള്ള കുട്ടികൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ വീഡിയോകളിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്ദി ഒരു ലൈക്കായിട്ടും കമൻ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2, 4 ആകെ 5 ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കാണുക. മുന്നോട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്താലോ? യെസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 6 പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ, അപ്പം 6 പൈപ്പുകൾക്ക് ഒരു ടാങ്ക് നിറയ്ക്കാൻ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് വേണം. എങ്കിൽ ഇതേ വലിപ്പമുള്ള 4 പൈപ്പുകൾക്ക് ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം വേണം എന്നതാണ് നമ്മുടെ ചോദ്യം. 6 പൈപ്പുകൾക്ക് ഒരു ടാങ്ക് നിറയ്ക്കാൻ 90 മിനിറ്റ് വേണമെങ്കിൽ 4 പൈപ്പുകൾക്ക് എത്ര സമയം? മക്കളെ, ഉത്തരം കാണാൻ എന്താ ചെയ്യണ്ടേ? നേരെ ഗുണിച്ചാൽ മതി. 6 × 90 ഡിവൈഡഡ് ബൈ 4 നമ്മുടെ ഉത്തരം. ഇവനെയും തട്ടിക്കളയാം. ഇത് 3, ഇത് 2. ഇവനെയും തട്ടിക്കളയാം. ഇത് 45. ആൻസർ 135 മിനിറ്റ് എന്ന് കിട്ടും. 120 മിനിറ്റ് 2 മണിക്കൂറാണ്. അപ്പം 2 മണിക്കൂറും 15 മിനിറ്റുമാണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമ്മൾ ടൈം ആൻഡ് വർക്കിൽ ഇങ്ങനെ ചെയ്യാറില്ലേ? 6 ആളുകൾ അല്ലേ? 6 ആളുകൾ 15 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി ആണോ? 3 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ 6 × 15/3 എന്ന് പറഞ്ഞല്ലേ നമ്മൾ ചെയ്യാറ്. ഇതും വെട്ടിപ്പോയി 5, 6 × 30 എന്ന് പറഞ്ഞ് ചെയ്യാറില്ലേ? അതേ വേർഷൻ അതിലെ പൈപ്പ് ആൻഡ് ടാങ്കിൻ്റെ വേർഷനാണിത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം 6 പൈപ്പുകൾക്ക് 90 മിനിറ്റ്, 4 പൈപ്പുകൾക്ക് എത്ര സമയം എന്നറിയാൻ നേരെ ഗുണിക്കുക, താഴെയും മുകളിലും കിടക്കുന്നത് ഹരിക്കുക. ശരി, അടുത്ത ചോദ്യം. ഒരു ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് നിറയ്ക്കും. ടാങ്കിൻ്റെ അടിയിലുള്ള ഒരു ചോർച്ച 3 മണിക്കൂർ കൊണ്ട് ഇത് ശൂന്യമാക്കും. രണ്ടും 1 മണിക്കൂർ തുറന്ന ശേഷം ചോർച്ച അടച്ചു. എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? നല്ല ചോദ്യമാണേ. അസൈൻമെൻറ്റ്സിൻ്റെ ചോദ്യം, ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ഒരു ടാപ്പുണ്ട്. ആ ടാപ്പിൻ്റെ പ്രത്യേകത 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പോൾ ഇതൊരു ഫില്ലിംഗ് പൈപ്പാണ്. ഇനി രണ്ടാമതൊരു ചോർച്ചയുണ്ട്. അതിൻ്റെ പ്രത്യേകത 3 മണിക്കൂർ കൊണ്ട് നിറഞ്ഞ ടാങ്കിനെ അത് എംറ്റി ആക്കും. അപ്പോൾ അതൊരു എംറ്റിയും പൈപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ പൈപ്പിന് ഒരു ഫില്ലിംഗ് പൈപ്പ് എന്ന് പേര് കൊടുക്കാൻ, രണ്ടാമത്തെ ഒരു എംറ്റിയും പൈപ്പാണ്, ചോർച്ചയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ LCM ഒന്ന് കണ്ടുപിടിക്കാം. ആകെ 6 ലിറ്റർ എന്ന് കിട്ടും. അതാണ് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക്. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക്. എഫിഷ്യൻസീസ് 6/2 3, 6/3 2 -2 എന്ന് കിട്ടും. കാരണം വെള്ളം പുറത്തേക്ക് കളയുന്ന പൈപ്പാണ്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് 3 - 2 = 1 എന്ന് കിട്ടും. എന്താ അതിൻ്റെ അർത്ഥമെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. രണ്ടിൻ്റെയും കൂടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ തുറന്നിട്ടാൽ 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയ്ക്കും. 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയ്ക്കും. ശരി, ഇവർ പറയുവാണ് രണ്ടും 1 മണിക്കൂർ തുറന്നിട്ട ശേഷം ചോർച്ച അടച്ചു. അപ്പം ആദ്യം 1 മണിക്കൂർ തുറന്നിട്ടു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിൻ്റെ ആകെ കപ്പാസിറ്റി എത്രയാണ് മക്കളെ? ആകെ കപ്പാസിറ്റി 6 ലിറ്റർ. 2 പൈപ്പും 1 മണിക്കൂർ തുറന്നിട്ടാൽ 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയ്ക്കും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ 1 മണിക്കൂർ തുറന്നിട്ടാൽ 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞു എന്നല്ലേ മക്കളെ അതിൻ്റെ അർത്ഥം? 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞു എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നിറയാൻ 5 ലിറ്ററും കൂടി ഇല്ലേ? ഉണ്ട്. 1 മണിക്കൂർ തുറന്നിട്ടപ്പം 1 ലിറ്റർ നിറഞ്ഞു. അപ്പോൾ അവർ ചോർച്ച അങ്ങോട്ട് അടച്ചു. ചോർച്ച അടച്ചെങ്കിൽ ഇനി വർക്ക് ചെയ്യുന്നത്
ഈ ഫില്ലിംഗ് പൈപ്പ് മാത്രമായിരിക്കും. ഫില്ലിംഗ് പൈപ്പിൻ്റെ എഫിഷ്യൻസി 3. അതിൻ്റെ അർത്ഥം ഫില്ലിംഗ് പൈപ്പ് മാത്രം പ്രവർത്തിച്ചാൽ 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറയും. നമുക്ക് ആകെ 5 ലിറ്റർ നിറയാനുണ്ട്. 5 ലിറ്റർ നിറയാൻ 5/3 അവേഴ്സ് വേണ്ടി വരും. 5/3 അവേഴ്സ്. 5/3 അവർ എന്നുള്ളതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 5/3 × 60 അങ്ങ് ചെയ്താൽ മതി. മിനിറ്റിനെ അവറാക്കാൻ, അവറിനെ മിനിറ്റ് ആക്കാൻ. അപ്പോൾ ഇതും വെട്ടിപ്പോയി 20. അതായത് 100 മിനിറ്റ് വേണ്ടി വരും എന്ന് മനസ്സിലാക്കാം. 100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 40 മിനിറ്റ്. കണ്ടോ? അപ്പോൾ ബാക്കിയുള്ള 5 ലിറ്റർ നിറയ്ക്കാൻ 1 മണിക്കൂറും 40 മിനിറ്റും വേണം. ആദ്യം 1 മണിക്കൂർ 2 പൈപ്പ് ഒരുമിച്ച് തുറന്നിട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറും ഇനിയുള്ള 1 മണിക്കൂറും 40 മിനിറ്റും കൂട്ടുമ്പോൾ ആകെ 2 മണിക്കൂർ 40 മിനിറ്റ് വേണം നമ്മുടെ ടാങ്ക് കുട്ടൻ നിറഞ്ഞു വരാൻ. നല്ല ചോദ്യം അല്ലേ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ എക്സാമിന് നല്ല ബുദ്ധിമുട്ടായിട്ട് കയറി വരും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് എല്ലാവരെയും തോൽപ്പിച്ച് ഫസ്റ്റ് വരണം, വേണം. അപ്പം നന്നായിട്ട് ഉത്സാഹത്തോടെ മത്സരിച്ച് പഠിക്കണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 2 പൈപ്പുകൾ, ഒന്ന് ഫില്ലിംഗ് പൈപ്പ് 2 മണിക്കൂർ കൊണ്ട് ടാങ്കി നിറയ്ക്കും. രണ്ടാമത്തെ എംറ്റിയും പൈപ്പ് 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് എംറ്റി ആക്കും. രണ്ടിൻ്റെയും കൂടെ എൽസിയും എടുത്തു. ആകെ കപ്പാസിറ്റി 6 ലിറ്റർ. എഫിഷ്യൻസി 3 - 2. ഒന്നാമത്തെ പൈപ്പിൻ്റെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറയ്ക്കും. രണ്ടാമത്തെ എഫിഷ്യൻസി -2 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 2 ലിറ്റർ പുറത്തേക്ക് കളയും. രണ്ടിൻ്റെയും കൂടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ തുറന്നാൽ 1 മണിക്കൂറിൽ 1 ലിറ്റർ വീതം നിറയും. ആദ്യത്തെ 1 മണിക്കൂർ സമയം രണ്ടും തുറന്നിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ സമയം രണ്ടും തുറന്നിട്ടാൽ 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞു കാണും. അപ്പോൾ ഇനി 5 ലിറ്റർ ടാങ്ക് നിറയാനുണ്ട്. 1 ലിറ്റർ ടാങ്ക് നിറഞ്ഞപ്പോഴത്തേക്ക് 1 മണിക്കൂറായി. അപ്പോൾ ചോർച്ച അങ്ങ് അടച്ചു. ഇനി വർക്ക് ചെയ്യുന്നത് ഫില്ലിംഗ് പൈപ്പ് മാത്രമാണ്. ഫില്ലിംഗ് പൈപ്പ് 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറയ്ക്കും. നമുക്ക് ആകെ 5 ലിറ്റർ നിറയാനുണ്ട്. അതിന് എത്ര മണിക്കൂർ വേണമെന്നറിയാൻ 5/3 ചെയ്യണം. 5/3 മണിക്കൂർ വേണം. അതായത് മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ × 60 കൂടെ ചെയ്താൽ 100 മിനിറ്റ് വേണം. 100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 40, 1 മണിക്കൂർ 40 മിനിറ്റ്. അപ്പോൾ ബാക്കിയുള്ള 5 ലിറ്റർ നിറയാൻ 1 മണിക്കൂർ 40 മിനിറ്റ് വേണം. ആദ്യത്തെ 1 മണിക്കൂർ ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ ആകെ 2 മണിക്കൂർ 40 മിനിറ്റാണ് ഉത്തരം മക്കളെ. എൻ്റെ അമ്മേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു. അപ്പം 3 പൈപ്പുകൾക്ക് ടാങ്ക് നിറയ്ക്കാൻ വേണ്ട സമയം 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് സമയം. എങ്കിൽ ഇത്തരത്തിലുള്ള 2 പൈപ്പുകൾക്ക് ടാങ്ക് നിറയ്ക്കാൻ വേണ്ട സമയം എത്രയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക, നേരെ ചെയ്യുക. 3 × 90/2 നമ്മുടെ ഉത്തരം മക്കളെ. അതായത് ഇതും വെട്ടിപ്പോയി 45, 135 മിനിറ്റ് എന്ന് കിട്ടും. 135 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 15 മിനിറ്റ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ഇത് ചെയ്യേണ്ടത് കേട്ടോ, നേരെയാണ് ചെയ്യേണ്ടത്, മറക്കരുത് കേട്ടോ. ശരി, AB എന്നീ ടാപ്പുകൾക്ക് യഥാക്രമം 6 മണിക്കൂറും 10 മണിക്കൂറും കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ പറ്റും. സോ ഒന്നാമത്തെ ഒരു ടാപ്പിന് 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ ടാപ്പിന് 10 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫില്ലിംഗ് പൈപ്പാണ്, ഇതും ഒരു ഫില്ലിംഗ് പൈപ്പാണ്. ഓക്കെ, എന്നാൽ ടാങ്കിലെ സി എന്ന ദ്വാരം, അപ്പം ടാങ്കിന് ഒരു ദ്വാരമുണ്ട്, സി എന്ന ദ്വാരം 8 മണിക്കൂർ കൊണ്ട് നിറഞ്ഞ ടാങ്കിനെ ശൂന്യമാക്കും. ഓക്കെ, സോ അപ്പോൾ അത് എംറ്റിയും പൈപ്പാണ്. 8 മണിക്കൂർ കൊണ്ട് നിറഞ്ഞ ടാങ്കിനെ ശൂന്യമാക്കും. എങ്കിൽ എംറ്റി ആയിരിക്കുന്ന ടാങ്കിലേക്ക് സി തുറന്നു കിടക്കുന്ന സമയത്ത് എയും ബിയും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും? അതിൻ്റെ അർത്ഥമൊന്നുമില്ല. ടാങ്ക് എംറ്റി ആയിട്ടിരിക്കുമ്പോൾ 3 പൈപ്പ് ഒരുമിച്ച് തുറന്നു. ആദ്യത്തെ 2 ഫില്ലിംഗ് പൈപ്പ്, മൂന്നാമത്തെ എംറ്റിയും പൈപ്പ് എല്ലാം ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം? ഒന്നുമില്ല. ആകെ ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ഈ 3 സംഖ്യകളുടെ LCM 120 എന്ന് കിട്ടും മക്കളെ. 120 മൂന്നിൻ്റെയും കൂടെ LCM. അതാണ് ടോട്ടൽ കപ്പാസിറ്റി. 120 ലിറ്ററിൻ്റെ ടാങ്കാണ്. 120/6 20 ഒന്നാമത്തേതിൻ്റെ എഫിഷ്യൻസി. 120/10 12 രണ്ടാമത്തേതിൻ്റെ എഫിഷ്യൻസി. 120/8 15 -15 മൂന്നാമത്തേതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ, രണ്ടാമത്തേതിൻ്റെ, മൂന്നാമത്തേതിൻ്റെയും കൂടെ എഫിഷ്യൻസി മക്കളെ 20 + 12 - 15 32 - 15 അതായത് 17 എന്ന് കിട്ടും മക്കളെ. അതിൻ്റെ അർത്ഥം 3ഉം കൂടെ ഒരുമിച്ച് തുറന്നാൽ 1 മണിക്കൂറിൽ 17 ലിറ്റർ വീതം നിറയും.
അല്ലേ? അപ്പോൾ 120 ലിറ്ററിൻ്റെ ടാങ്ക് നിറയാൻ വേണ്ട സമയം 120/17 എന്ന് വരും. ആൻസർ പോയിന്റ് കൂട്ടി വരും 7.05 സംതിങ് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 7.05. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. 6 പൈപ്പുകൾ ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കാൻ 1 മണിക്കൂർ 20 മിനിറ്റ്. 1 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 80 മിനിറ്റ് സമയം വേണം. എങ്കിൽ 5 പൈപ്പുകൾ ഉപയോഗിച്ച് ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം. 6 പൈപ്പുകൾക്ക് 80 മിനിറ്റ് ആണെങ്കിൽ 5 പൈപ്പുകൾക്ക് എത്ര സമയം? ഉത്തരം കാണാൻ നേരെയല്ലേ ചെയ്യണ്ടേ? 6 × 80/5 എന്ന് വരും. ആണോ മക്കളെ? ഇതും വെട്ടിക്കളയാം. ഒരു തവണ 30 6 തവണ 16 × 6 60 36 96 എന്ന് കിട്ടും. 96 മിനിറ്റ് സമയം വേണമെന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പം ഇത്തരം കുറേ ചോദ്യങ്ങളായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടേ. അപ്പം ഇതോടുകൂടി ഈ പൈപ്പ് ആൻഡ് ടാങ്ക് എന്നുള്ള ചാപ്റ്റർ തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. 2024 അവസാനം വരെയുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മക്കളെ 2025 പുതിയ ചോദ്യങ്ങൾ ഒരു 4-5 എണ്ണം അല്ലെങ്കിൽ 4-5 എണ്ണം ആയി കഴിയുമ്പോൾ അതൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിലവിൽ ഈ വീഡിയോയോട് കൂടി ഈ ചാപ്റ്റർ തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പം ടാറ്റ, ബൈ ബൈ.